പുതിയൊരധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. സെൽഫോണിൽ നമ്പർ പ്രസ് ചെയ്തിട്ട് അത് കാതോട് ചേർത്ത് പിടിച്ചുകൊണ്ട് അലീന മുറിയിലൂടെ മന്ദം നടന്നു. അല്പനിമിഷങ്ങൾക്കുള്ളിൽ മറുവശത്ത് നിന്ന് ഹലോ കേട്ടു. ഹലോ. അലീന തിരിച്ചും ഹലോ പറഞ്ഞു. ഹലോ, ഹു ഈസ് സ്പീക്കിംഗ്? അലീനയ്ക്ക് ഒരു കുസൃതി തോന്നി. ഇസ് ഇറ്റ് മിസ്റ്റർ MS മേനോൻ? MS മേനോൻ? ഐ മീൻ മനുശങ്കര മേനോൻ? യാ, മേ ഐ നോ യുവർ നെയിം പ്ലീസ്? ഇത്രയുമായപ്പോഴേക്കും അലീനയ്ക്ക് ചിരി പൊട്ടിപ്പോയി. പഴയൊരു പരിചയക്കാരിയാ, പേരലീന. മറുവശത്ത് അനക്കമില്ല. ഹലോ മനുവേട്ടാ. എന്നിട്ടും പ്രതികരണമില്ല. അലീനയ്ക്ക് പരിഭ്രമമായി. കളിപ്പിച്ചത് ഇഷ്ടപ്പെട്ടില്ലേ? മനുവേട്ടാ വിളിച്ചിട്ട് അവൾ കാതോർത്തു. പോയോ? ഇതെന്താ മിണ്ടാത്ത മനുവേട്ടാ? ഒന്നൂടെ വിളിക്ക്. അലീന മിണ്ടാതെ നിന്നു. ഇപ്പം നീ എൻ്റെ മുൻപിലുണ്ടെങ്കിൽ ഞാൻ എന്താ ചെയ്യാൻ പോണേന്നറിയുമോ? 2 കൈയും നീട്ടി കഴുത്തിൽ കൂടിയിട്ട് കെട്ടിപ്പിടിച്ച് ആ നെറ്റിയിലൊറ്റ ഉമ്മ. അലീനയുടെ പ്രതികരണത്തിന് 2 നിമിഷം കാത്തിട്ട് അവൻ ചോദിച്ചു, ഇഷ്ടപ്പെട്ടില്ലേ? ഉത്തരമില്ല. ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ഞാനത് തന്നു കഴിഞ്ഞു. ഇനി തിരിച്ചെടുക്കാൻ പറ്റില്ല. 4-5 നിമിഷങ്ങൾക്ക് ശേഷം അലീന ചോദിച്ചു, മനുവേട്ടൻ ബിസിയാണോ? ബിസിയല്ലെന്ന് മാത്രമല്ല, തൽക്കാലം ബിസിയാകാൻ ഉദ്ദേശിക്കുന്നുമില്ല. ബിസിക്ക് ഞാൻ അവധി കൊടുത്തു. അവൾ കുറച്ചു സമയം വിശ്രമിക്കട്ടെ. അവന്റെ വർത്തമാനം കേട്ട് അവൾക്ക് ചിരി വന്നുപോയി. ബിസിക്കു മാത്രമേ അവധി കൊടുത്തിട്ടുള്ളോ, അതോ വേറെ വല്ലവർക്കും കൂടി? മനസ്സിലായി മനസ്സിലായി. ഞാനിവിടെ വേറെ പെൺകുട്ടികളുമായിട്ട് കിന്നരിച്ചോണ്ടിരിക്കുവായിരുന്നോന്നല്ലേ? മനുശങ്കറിന്റെ വാക്കുകൾക്കിടയിൽ ചിരി ചിതറി വീണു. അവിടെ വേറെ പെൺകുട്ടികളൊക്കെ ഇല്ലേ? ഉണ്ടല്ലോ. സത്യം പറഞ്ഞ ഈ ഫോൺ കോൾ വരുമ്പോ ഞാനൊരു സുന്ദരിയോട് സംസാരിച്ചുകൊണ്ടിരിക്കുവായിരുന്നു. മനുവേട്ടന്റെ കൂടെ ഒരുപാട് പെൺകുട്ടികൾ ജോലി ചെയ്യുന്നുണ്ടോ? പിന്നെ ഇല്ലേ, ഇതൊരു വലിയ IT കമ്പനിയല്ലേ? വിവിധ സ്റ്റേറ്റുകളിൽ നിന്ന് വരുന്ന എത്രയോ പെൺകുട്ടികളുണ്ട്. മലയാളി കുട്ടികൾ, തമിഴത്തികൾ, തെലുങ്കത്തികൾ, നോർത്ത് ഇന്ത്യൻസ്, കന്നഡക്കാരികൾ, അങ്ങനെ എത്ര പേർ. സുന്ദരികൾ മാത്രമല്ല, സുന്ദരന്മാരും ഉണ്ട്. എന്നിട്ട് അതിലാരോടും ഇഷ്ടം തോന്നിയിട്ടില്ലേ മനുവേട്ടന്? തോന്നിയിട്ടില്ലേ എന്ന് ചോദിച്ചാ നിന്റെ അടുത്ത് കള്ളം പറയാൻ വയ്യ. നിന്നോടൊരു നുണ പറഞ്ഞാൽ ഞാൻ എന്നെ തന്നെ ചീറ്റ് ചെയ്ത പോലൊരു തോന്നല. കഴിഞ്ഞ 2 വർഷത്തിനിടയ്ക്ക് 3 പേരോടൊരു ചെറിയ ഇഷ്ടം തോന്നിയിട്ടുണ്ട്. പുറമേ കാണുമ്പോഴുള്ള ഭംഗി, സംസാരം, ചിരി, ഫിഗർ, ഇതൊക്കെയാണ് ആകർഷണം. പക്ഷെ കൂടുതൽ സംസാരിച്ചു വരുമ്പോ ആ ഇഷ്ടമൊക്കെ താനേ അലിഞ്ഞു പോകും. മനസ്സിൽ നിന്ന് ഒരു സിഗ്നൽ വരും, മോനെ ഇത് നിനക്ക് സ്യൂട്ടാവില്ലാന്ന്. അങ്ങനെ ഇടയ്ക്ക് മാറിക്കളയുമ്പോൾ അവർക്ക് സങ്കടാവില്ലേ മനുവേട്ടാ? എന്റെ പൊട്ടിപ്പെണ്ണെ, അത്രയ്ക്ക് അടുത്തോട്ടൊന്നും ഞാൻ ചെന്നിട്ടില്ല. ഒരടയാളം പോലും കൊടുക്കുന്നില്ല. അവർക്ക് തിരിച്ചിങ്ങോട്ടൊന്നും തോന്നിയിട്ടുണ്ടാവില്ല. എന്റെ മനസ്സിൽ മാത്രം ഒരു തീപ്പൊരി പോലെ മിന്നി അണഞ്ഞു പോകുന്ന കേസുകളാ അതെല്ലാം. ഞാൻ തന്നെ അരിച്ചരിച്ച് നോക്കിയിട്ട് അതങ്ങ് കളയും. ഇങ്ങോട്ടൊരിഷ്ടം ആർക്കും ഇതുവരെ തോന്നിയിട്ടില്ല. ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു, അങ്കമാലിക്കാരി. എന്നോടൊന്നും തുറന്നു പറഞ്ഞിട്ടൊന്നുമില്ല. എന്നാലും നമുക്ക് കണ്ണിൽ നോക്കിയാൽ അറിയാലോ. ഇടയ്ക്കിടയ്ക്ക് എൻ്റെ ക്യൂബിക്കിളിൽ വരും, വെറുതെ സംസാരിക്കാനോ സംശയം ചോദിക്കാനോ ഒക്കെ. എന്നിട്ട് 4-5 ദിവസം മുൻപ് അവൾ വന്ന് നോക്കിയപ്പോൾ എൻ്റെ ലാപ്ടോപ്പിൽ സ്ക്രീൻ സേവറായിട്ട് ഒരു പെൺകുട്ടിയുടെ പടം. ഇതാരാണെന്ന് എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ കല്യാണം കഴിക്കാൻ പോണ പെണ്ണാണെന്ന്. അതിനുശേഷം അവൾ എൻ്റെ ക്യൂബിക്കിളിൽ വന്നിട്ടില്ല. കഷ്ടം. ആ കുട്ടിക്ക് എന്തുമാത്രം വിഷമം തോന്നിയിട്ടുണ്ടാവും. അതിന് ഞാനെന്തു പിഴച്ചു? എനിക്ക് ആ കുട്ടിയോട് അങ്ങനെ ഒരു ഇഷ്ടം തോന്നിയിട്ടില്ലല്ലോ. മനുവേട്ടന് അങ്ങനെ ആരെയെങ്കിലും ഇഷ്ടപ്പെടണം. ഒരുപാട് അരിച്ചരിച്ചു നോക്കിയാ എല്ലാം തികഞ്ഞവരായിട്ട് ആരാ ഉള്ളത്? നമുക്കുമില്ലേ കുറ്റങ്ങളും കുറവുകളും. തമ്മിൽ ഭേദം ഏതാണെന്ന് വെച്ചാ അത് നോക്കിയിട്ട്, അങ്ങനെ നോക്കിയിട്ട് തന്നെയാ ഞാനിപ്പോൾ സെലക്ട് ചെയ്തിരിക്കുന്ന. എൻ്റെ ലാപ്ടോപ്പിൽ മാത്രമല്ല ആ സ്ക്രീൻ സേവർ, എൻ്റെ ഹൃദയത്തിലുമുണ്ട്. ഇനി വേറൊരു പെൺകുട്ടിക്ക് അങ്ങോട്ട് കടക്കാൻ ഒരു വിദൂര സാധ്യത പോലുമില്ല. മനുവേട്ടൻ ഫ്രണ്ട്സിനോടൊക്കെ പറഞ്ഞോ? പിന്നെ പറയാതെ, എപ്പോഴേ പറഞ്ഞു കഴിഞ്ഞു. ഞങ്ങൾ 5 പേർ ഒരു ഫ്ലാറ്റ് വാടകയ്ക്കെടുത്ത് അവിടാ താമസം. ജോലി കഴിഞ്ഞ് വന്ന് സംസാരിച്ചിരിക്കുമ്പോൾ അല്ലെങ്കിൽ ഒഴിവ് ദിവസങ്ങളിൽ ഞാൻ നിന്നെപ്പറ്റി പറയും. അവർക്കെല്ലാം അറിയാം നിന്റെ കഥകൾ. അവർക്കെല്ലാം നിന്നെ ഇഷ്ടമാണ് കേട്ടോ. നിന്റെ ഫോട്ടോഗ്രാഫും അവർക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഞാനൊരു കാര്യം പറയട്ടെ മനുവേട്ടാ? അലീനയുടെ സ്വരത്തിൽ കലർന്ന വിഷാദത്തിന്റെ അർത്ഥം അവന് മനസ്സിലായി കഴിഞ്ഞു. എനിക്കറിയാം, ആ പഴയ പല്ലവി തന്നെയല്ലേ നിന്നെ സഹോദരിയെപ്പോലെ കാണണമെന്ന്. ഞാനത് വെറുതെ പറയുന്നതല്ല, തക്കതായ കാരണമുണ്ടായിട്ടാ മനുവേട്ടാ. ബാലചന്ദ്രമേനോന് മറ്റൊരു സ്ത്രീയിൽ ജനിച്ച മകളെ കല്യാണം കഴിക്കാൻ എനിക്കെന്താ തടസ്സം? മനുവേട്ടാ പ്ലീസ്, ഞാൻ പറയുന്നതൊന്ന് കേൾക്ക്. ശരിക്കും ഞാൻ ആരാണെന്ന് മനുവേട്ടന് അറിയില്ല. അറിയാം, ജയന്തി ആന്റി പ്രസവിച്ച മോളാണ് നീയെന്ന് എനിക്ക് വളരെ മുൻപേ തന്നെ അറിയാം.
അലീന നടുങ്ങിപ്പോയി. അവളുടെ തൊണ്ട വരണ്ടു. അതുമാത്രമല്ല അറിയാവുന്നത്, നീ ഇപ്പോൾ താമസിക്കുന്നത് നിന്റെ സ്വന്തം അച്ഛനായ സ്റ്റാൻലി ജോസഫിന്റെ വീട്ടിലാണെന്നും അറിയാം. അലീന നാവിറങ്ങിപ്പോയതുപോലെ സ്തംഭിച്ചു നിന്നു. അങ്കിളിനെ തെറ്റിദ്ധരിക്കേണ്ട, എന്റെ ഊഹം ശരിയാണെന്ന് ചോദിച്ചപ്പോ അങ്കിൾ സമ്മതിച്ചു തന്നുവെന്നേ ഉള്ളൂ. അങ്കിളിന് ഞാനൊരു വാക്ക് കൊടുത്തിരുന്നു, ആരോടും, നിന്നോട് പോലും പറയില്ലാന്ന്. ഇപ്പോ നിന്റെ അടുത്ത് മാത്രമാണ് ഞാൻ ആ വാക്ക് തെറ്റിച്ചത്, നിന്നോടുള്ള സ്നേഹക്കൂടുതൽ കൊണ്ട്. ഞാൻ ഫോൺ വെച്ചോട്ടെ? അലീനയുടെ ശബ്ദം വിറച്ചു. വെക്കരുത്, ഞാൻ അതെല്ലാം അറിഞ്ഞതുകൊണ്ട് ഒരു കുഴപ്പവും സംഭവിച്ചിട്ടില്ല. നിന്നോട് എനിക്ക് സ്നേഹവും ബഹുമാനവും കൂടിയിട്ടേ ഉള്ളൂ. അലീന ഫോൺ തെരുപ്പിടിച്ചുകൊണ്ട് നിന്നു. അലീന, ഞാൻ നിന്നെ വേദനിപ്പിച്ചോ? ഇല്ല. ഭയപ്പെടുത്തിയോ? ഇല്ല. പക്ഷെ നീ വല്ലാതെ പേടിച്ചതുപോലെ തോന്നുന്നു. ഒന്നുമില്ല, ഞാൻ വെച്ചോട്ടെ മനുവേട്ടാ. അലീന പ്ലീസ്, നീ എന്തിനാ എൻ്റെ മുൻപിൽ നിന്നിങ്ങനെ ഒളിച്ചോടുന്നത്? എത്ര ധൈര്യത്തോടെയാ നീ ഓരോരോ പ്രശ്നങ്ങളെ നേരിട്ടത്. ഞാൻ അതിശയിച്ചിട്ടുണ്ട്. എന്നിട്ടിപ്പോ നീ എവിടെ ഒളിച്ചാലും നിന്നെ എനിക്ക് കാണാം. നിന്റെ മനസ്സും ചിന്തയും എല്ലാം കാണാം. ഞാനിപ്പോ വേറൊരു വീട്ടിലാ മനുവേട്ടാ. കടപ്പാട്ടൂരെ വീട് പോലെയല്ല. സാഹചര്യങ്ങളെല്ലാം മാറി. എൻ്റെ പപ്പയ്ക്കാണ് ഇനി എൻ്റെ കാര്യത്തിൽ തീരുമാനങ്ങൾ എടുക്കുവാനുള്ള അധികാരം. മനസ്സിലായി, വേറൊരു മതവും സംസ്കാരവുമാണെന്നൊക്കെ എനിക്കും അറിയാം. പക്ഷേ ഒരു ക്രിസ്ത്യൻ ഫാമിലിയിലെ അംഗമെന്ന പോലെ തന്നെ ഒരു ഹിന്ദു ഫാമിലിയുടേതും കൂടിയാണ് നീ. നിനക്ക് ഏത് പക്ഷത്തേക്കും വരാം. ആർക്കെങ്കിലും ഇഷ്ടപ്പെടുമോ മനുവേട്ട ഇത്? എൻ്റെ പപ്പയ്ക്കും കുടുംബക്കാർക്കും ഇഷ്ടപ്പെടുമോ? മനുവേട്ടൻ്റെ വീട്ടിൽ ആരെങ്കിലും സമ്മതിക്കോ? മനുവേട്ടൻ എന്നെക്കാളൊക്കെ എത്ര നല്ല പെൺകുട്ടിയെ കിട്ടും. എന്താ സംശയം? നിന്നേക്കാൾ സുന്ദരികളായ പലരും ഇവിടെ തന്നെയുണ്ട്. 10-20 ലക്ഷം സ്ത്രീധനവും വാങ്ങിക്കാം. സൗന്ദര്യം കണ്ടിട്ടൊന്നുമല്ല ഞാൻ നിന്നെ ഇഷ്ടപ്പെട്ടത്. എൻ്റെ മനസ്സിനിണങ്ങിയ പെണ്ണാണെന്ന് തോന്നിയിട്ട. മറ്റുള്ളവരുടെ മനസ്സ് കാണാനും അവരുടെ സങ്കടങ്ങൾ തിരിച്ചറിയാനും തന്നെത്താൻ മറന്നും അവരെ സഹായിക്കാനുള്ള സന്നദ്ധത കണ്ടിട്ട ഞാൻ ഇത്രയേ ചിന്തിച്ചുള്ളൂ. നിനക്കെന്നെ മനസ്സിലാക്കാൻ സാധിക്കും. നീ എന്നെ സഹായിക്കും. എൻ്റെ മനപ്രയാസങ്ങളെ തുടച്ചു മാറ്റും. അതിൽ കൂടുതൽ എനിക്കെന്താ വേണ്ടത്? നിന്റെ തീരുമാനം എന്തായിരുന്നാലും ശരി. നീ ഇല്ലാതെ മുന്നോട്ടു പോകുന്നത് ഇപ്പോൾ എനിക്ക് ആലോചിക്കാൻ പോലും വയ്യ. മനുവേട്ട, എൻ്റെ അവസ്ഥ. അലീനയ്ക്ക് കരച്ചിൽ വന്നു. കരയണ്ട, ഞാൻ ഒന്നിനും നിർബന്ധിക്കില്ല. എന്നോട് സ്നേഹമുണ്ടെങ്കിൽ മാത്രം മതി. സമ്മതിച്ചില്ലെങ്കിൽ മനുവേട്ടൻ്റെ ജീവിതം കോഞ്ഞാട്ടയാകി പോകുമല്ലോ എന്നുള്ള സിമ്പതി ഒന്നും വേണ്ട. ഇതുവരെ നിനക്ക് എന്നോട് സ്നേഹമുണ്ടെന്ന് എനിക്കറിയാം. നിന്റെ മുഖത്ത് ഞാനത് കണ്ടിട്ടുണ്ട്. ഇനി മറ്റൊരാളാണ് എന്നേക്കാൾ യോഗ്യനെന്ന് തോന്നിയാൽ ഓക്കെ, പരാതിയില്ല. ആശിച്ച പെണ്ണിന്റെ കൂടെ ജീവിക്കുന്നതാണ് പുരുഷന്റെ ആജന്മ ജീവിത സാക്ഷാത്കാരം എന്നൊരു മഹാസങ്കല്പമൊന്നും എനിക്കില്ല. ഓക്കെ, നമുക്ക് തൽക്കാലം ഈ വിഷയം വിടാം. ഞാൻ ചോദിക്കാൻ മറന്നു, എങ്ങനെയുണ്ട് പുതിയ സ്ഥലം, പുതിയ വീട്, പുതിയ അച്ഛൻ, പുതിയ ജീവിതം? മനുവേട്ടനിപ്പോൾ എന്നോട് ദേഷ്യ. അലീനയുടെ കണ്ടമിടറി. മണിശങ്കറിന് അത് മനസ്സിലായി. തന്റെ സ്വരം പരുഷമായിരുന്നു. സ്തോഭത്തിൽ നിന്ന് സൗമ്യതയിലേക്ക് ഒറ്റ നിമിഷം കൊണ്ട് തിരിച്ചു വരാൻ കഴിഞ്ഞിട്ടില്ല. ഇനിയിപ്പോ പെട്ടെന്ന് ദേഷ്യം പോകാൻ ഒറ്റ വഴിയേ ഉള്ളൂ. ആ മുഖം ഇങ്ങോട്ട് അടുപ്പിച്ചു കൊണ്ടുവന്നോ? കണ്ണീര് വന്ന് നനഞ്ഞ ഇടത്തെ കണ്ണിലൊരുമ്മ. നെക്സ്റ്റ് ടേൺ. വലത്തെ കുസൃതി കണ്ണിലും ഒരുമ്മ. ഓക്കെ, ഇപ്പോൾ ദേഷ്യമെല്ലാം പോയി. ഇനി പറ, എങ്ങനുണ്ട് കുളത്തൂപ്പുഴ? റിട്ടയർഡ് കേണൽ സ്റ്റാൻലി ജോസഫ്. അതിനൊക്കെ മുൻപേ ഇതേതാ നമ്പർ? രോഹിത് തന്നെയാ? വെറുതെ ആണോ എനിക്കൊരു പിടിയും കിട്ടാതെ പോയത്? ഇനി പച്ചപ്പനന്തത്തെ പറയുന്ന പോലെ പറഞ്ഞോ? അലീന താൻ കുളത്തൂപ്പുഴയിലെത്തിയതു മുതൽ ഇതുവരെയുള്ള എല്ലാ കാര്യങ്ങളും വിസ്തരിച്ചു പറഞ്ഞു. മണിശങ്കർ ഇടയ്ക്കിടെ ചില കമന്റുകളോടെ മൂളി കേട്ടുകൊണ്ടിരുന്നു. ഒടുവിൽ അലീന അവന്റെ മുൻപിൽ ഒരപേക്ഷ വെച്ചു. മനുവേട്ടൻ ഇനി വരുമ്പോ കടപ്പാട്ടൂരിലൊന്ന് പോണേ. ഞാൻ പോന്ന ശേഷം അവിടെ ഇത്തിരി പ്രശ്നത്തിലാ. അമ്മ എന്നോടുള്ള വാശിക്ക് അവിടുത്തെ ടൈം ടേബിൾ ഒക്കെ തെറ്റിച്ചു. 3 പേരും വിഷമിച്ചിരിക്കുകയാ. രോഹിത്തിന് തെറ്റിപ്പോവില്ലെന്ന് എനിക്കറിയാം. പക്ഷെ ബബിത, മനുവേട്ടൻ ചെന്ന് അവളോട് സംസാരിക്കണേ. അവൾക്ക് പെട്ടെന്ന് മനസ്സിടിയും. പിന്നെ ഒന്നും നോക്കാനില്ല, ആരെയും വകവയ്ക്കില്ല. സ്നേഹം കൊണ്ടല്ലാതെ അവളെ അനുസരിപ്പിക്കാൻ പറ്റില്ല. ഇനി എന്നാ മനുവേട്ടൻ വീട്ടിൽ പോണേ? ഈ വീക്കെൻഡിൽ പോയേക്കാം. നീ എൻ്റെ അടുത്തൊരു റിക്വസ്റ്റ് വെച്ചതല്ലേ? മനുവേട്ടൻ ഇതിനു വേണ്ടി മാത്രമായിട്ട് പോകണ്ട. അലീന, നീ എന്നെ വിളിച്ചത് ഇതിനു വേണ്ടി മാത്രമല്ലേ? ഓക്കെ, അത് ഞാൻ ചെയ്തോളാം. വേറെ വല്ലതും പറയാനുണ്ടോ? എൻ്റെ അടുത്തുള്ള ദേഷ്യം പോയോ? കംപ്ലീറ്റ് ദേഷ്യവും പോയി. അല്ല, കുറച്ച് ദേഷ്യം ഉണ്ടെങ്കിൽ എന്താ കുഴപ്പം? മനുവേട്ടൻ എൻ്റെ അടുത്ത് ദേഷ്യപ്പെടുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം വരും. എന്താ ഒന്നുകൂടെ പറഞ്ഞേ?
ഞാൻ ഫോൺ വെക്കുവാണേ. വെച്ചു. അവൾ കോളൻ ബട്ടൺ അമർത്തുമ്പോഴേക്കും കള്ളിയെന്ന് അവൻ ആത്മകഥം പോലെ മന്ത്രിക്കുന്നത് കൂടി കേട്ടു. അലീന ചുമരിലേക്ക് ചാരി നിന്ന് ദീർഘശ്വാസമെടുത്തു. പുറമേ ഒരുണർവും സന്തോഷവും തോന്നിയെങ്കിലും മനസ്സിന്റെ അടിത്തട്ടിൽ ഭീതിയുടെ ഒരഗ്നിപർവ്വതം പൊട്ടി. ഈ സ്നേഹം മായ്ക്കാനാവാത്ത മുറിവുകളും സഹിക്കാനാവാത്ത സങ്കടങ്ങളും കൊണ്ടുവരുമെന്ന് ഉള്ളിലിരുന്ന് ആരോ മുന്നറിയിപ്പ് നൽകുന്നു. ഇത് തനിക്ക് സ്വീകരിക്കാനാവുമോ? എവിടെയെങ്കിലും ഇത് അംഗീകരിക്കപ്പെടുമോ? അവൾക്ക് ഒരു ഉത്തരം കിട്ടിയില്ല. ഔദക്കുട്ടിച്ചായൻ പുനലൂരിലേക്ക് തിരിച്ചു പോവുകയാണ്. ഔദക്കുട്ടിച്ചായൻ വന്ന കാർ അന്നേ ദിവസം തന്നെ തിരിച്ചയച്ചതിനാൽ ബൈജുവാണ് കൊണ്ടുവിടാൻ പോകുന്നത്. ബൈജു കാർ ഇറങ്ങിപ്പോകാൻ തയ്യാറായി നിൽക്കുകയാണ്. ഔദക്കുട്ടിച്ചായനോടൊപ്പം അലീനയും മുറ്റത്തേക്ക് ഇറങ്ങി വന്നു. ഞാൻ പോയിട്ട് നാളെയോ മറ്റന്നാളോ ഇങ്ങ് വരും, ഔദക്കുട്ടിച്ചായൻ അലീനയോട് പറഞ്ഞു. ഈ പുനലൂരെന്ന് പറയുന്നത് ഒരുപാട് അകലെയൊന്നുമല്ല. വേണമെങ്കിൽ ഇന്നു തന്നെ തിരിച്ചു വരാനുള്ളതേ ഉള്ളൂ. അവിടെ ചെന്നിട്ട് വേറെ ചില ഇടപാടുകൾ ഉള്ളതുകൊണ്ടാ. വല്യപ്പച്ചൻ പോകുമ്പോൾ ഞാൻ ഒറ്റയായതുപോലെ തോന്നുക. ഞാനും കേണലും കൂടി പിണക്കാണെന്ന് അറിയാലോ, അലീന പറഞ്ഞു. തൽക്കാലം നീ അവൻ്റെ അടുത്ത് ഗുസ്തിക്കൊന്നും പോണ്ട, അടുക്കളയിലും കയറണ്ട. പക്ഷേ നാളെ ഞാൻ സമരം തുടങ്ങും. നീ ഒറ്റയ്ക്ക് എന്ത് സമരം ചെയ്യാനാ മോളെ? ഈ മുറ്റത്ത് കൊടിയും പിടിച്ചോണ്ട് നിന്ന് മുദ്രാവാക്യം വിളിക്കോ നീ? അതിനൊക്കെ ഞാനൊരു വഴി കണ്ടുവച്ചിട്ടുണ്ട്. വല്യപ്പച്ചൻ പോയിട്ട് വാ. അടുത്ത തവണ പോകുമ്പോൾ നമുക്കൊന്നിച്ചു പോണം. നിനക്ക് നിന്റെ തറവാട് കാണണ്ടായോ? ആദ്യം ഞാൻ ഇവിടൊന്ന് കാലുറപ്പിച്ചോട്ടെ വല്യപ്പച്ച. അത് ശരിയാ, എന്നാ ഞാൻ പോയിട്ട് വരട്ടെ മോളെ. അലീന ഉവ്വന്ന് തലയാട്ടി. ഔദക്കുട്ടിച്ചായൻ കാറിൽ ചെന്നു കയറി. കാർ പതിയെ ഓടി ചെറിയ കുന്നിറങ്ങി അപ്രത്യക്ഷമായി. വൈകിട്ട് 4 മണിയോടെ മറ്റൊരു കാർ ബംഗ്ലാവിന്റെ മുറ്റത്തെത്തി. ആൻ്റപ്പൻ അപ്പോൾ സിറ്റൗട്ടിലുണ്ടായിരുന്നു. കാറിൽ നിന്ന് മധ്യവയസ്കയായ ഒരു സ്ത്രീയും ജീൻസും ടീഷർട്ടും ധരിച്ച ഒരു പെൺകുട്ടിയും ഇറങ്ങി. ആൻ്റപ്പൻ ഉടനോടി സ്റ്റാൻലിയുടെ മുറിയിലെത്തി. സ്റ്റാൻലി സോഫയിൽ ചാരിക്കിടന്ന് ആനിമൽ പ്ലാനറ്റ് കാണുകയായിരുന്നു. അയാൾ തലതിരിച്ച് ആൻ്റപ്പനെ നോക്കി. ആ നോട്ടത്തിന്റെ അർത്ഥം ആൻ്റപ്പൻ അറിയാം. സർ, റീത്താമ്മ കൊച്ചമ്മയും ടാനിയ മോളും. സ്റ്റാൻലി TV മോണിറ്ററിലേക്ക് തന്നെ കണ്ണു നട്ടു. എവിടെ? കാറിൽ വന്നിട്ടുണ്ട്. വരട്ടെ? അതിനെന്താ, നീ പോയി നിന്റെ പണി നോക്ക്. ആൻ്റപ്പൻ വാതിൽ ചാരിയിട്ട് പോയി. അല്പം കഴിഞ്ഞപ്പോൾ വാതിലിൽ തട്ടുന്ന ശബ്ദം കേൾക്കായി. കമിൻ, സ്റ്റാൻലി പറഞ്ഞു. റീത്താമ്മയും ടാനിയയും മുറിയിലേക്ക് കയറി നിന്നു. സോഫയിലും കാർപ്പറ്റിലും ഉണ്ടായിരുന്ന നായ്ക്കൾക്ക് സ്റ്റാൻലി എന്തോ സജ്ഞ നൽകി. അവ എഴുന്നേറ്റ് മുറി വിട്ടുപോയി. ഗുഡ് ഈവനിങ് പപ്പ. ടാനിയ യാന്ത്രികമായി ഉരുവിട്ടു. വെരി ഗുഡ് ഈവനിങ് റീത്താമ്മ. ഗുഡ് ഈവനിങ്. ഇരിക്കൂ. പട്ടികളിരുന്ന കസേരയല്ലേ ഇതെല്ലാം? അന്തസ്സുള്ള പട്ടികളാണ്. ഞങ്ങളുടെയൊക്കെ വീട്ടിൽ പട്ടികൾ എത്ര വളർന്നാലും മനുഷ്യനോളം അന്തസ് ഒരിക്കലും അവറ്റയ്ക്ക് കിട്ടില്ല. നിങ്ങളുടെ വീട്ടിലെ പട്ടികൾക്ക് നിങ്ങളെക്കാൾ ഉയരാൻ പറ്റില്ലെങ്കിലും നിങ്ങൾക്ക് പട്ടികളെക്കാൾ താഴാൻ പറ്റുമെന്ന് എനിക്ക് നന്നായിട്ടറിയാം. ഇപ്പോൾ ആരാ സ്റ്റാൻലി തരം താഴ്ന്നത്? ഞങ്ങളൊരു വാർത്ത അറിഞ്ഞിട്ട് വരികയാണ്. സ്റ്റാൻലി ഇവിടെ ഒരു വെപ്പാട്ടിയെ കൊണ്ടുവന്ന് താമസിപ്പിച്ചിട്ടുണ്ടെന്ന്. സ്റ്റാൻലിയുടെ മുഖം ചുവന്നു. ഒരു മുന്നറിയിപ്പ് ഞാൻ ആദ്യമേ തരികയാ. സ്റ്റാൻലി അവരുടെ മുഖത്തിന് മര്യാദയ്ക്ക് വിരൽ ചൂണ്ടി. മര്യാദയ്ക്ക് സംസാരിക്കാൻ പറ്റില്ലെങ്കിൽ ഈ മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോയിക്കൊള്ളണം. ഇല്ലെങ്കിൽ സ്ത്രീയാണെന്നൊന്നും നോക്കില്ല, അടിച്ചിറക്കും ഞാൻ. മര്യാദകേട് കാണിക്കുന്നതിൽ ഒരു കുഴപ്പവുമില്ലേ? ആരാട് സ്റ്റാൻലി ഇവിടെ കൊണ്ടുവന്ന് താമസിപ്പിച്ചിരിക്കുന്ന പെണ്ണ്? ഇങ്ങനെ മാന്യമായിട്ട് സംസാരിച്ചാൽ അന്തസ്സായിട്ട് സ്റ്റാൻലി മറുപടി പറയും. എന്റെ മകളാണത്. ഇതാണോ സ്റ്റാൻലി അന്തസ്സുള്ള മറുപടി? സ്റ്റാൻലിക്ക് എത്ര മക്കളുണ്ട്? എനിക്കിപ്പോൾ 4 പേരുണ്ട് മക്കൾ. ഒരെണ്ണം എവിടുന്ന് വന്നു? എൻ്റെ അനുജത്തി എൽസമ്മ 3 മക്കളെ പ്രസവിച്ചതായിട്ട് മാത്രമേ എനിക്കറിയൂ. നമ്മുടെ കുടുംബക്കാർക്കും അത്ര മാത്രമേ അറിയാവൂ. സ്റ്റാൻലി എൽസമ്മയല്ലാതെ വേറെ ആരെയും കല്യാണം കഴിച്ചതായിട്ടും എനിക്കറിയില്ല. എൽസമ്മയല്ലാതെ വേറെയൊരു പെണ്ണ് സ്റ്റാൻലിയുടെ ഒരു മകളെ പ്രസവിച്ചെന്ന് കരുതിയാ മതി. അതെവിടുത്തെ അന്തസ്സാ സ്റ്റാൻലി? നാഴികയ്ക്ക് 40 വട്ടം അന്തസ്സിന്റെ കാര്യം പറയുന്നവനാണല്ലോ സ്റ്റാൻലി. ഇത് പട്ടാളക്കാരന്റെ അന്തസ്സോ അതോ കൊട്ടാരമറ്റം തറവാടിന്റെ അന്തസ്സോ? സ്റ്റാൻലിക്ക് അല്പം ക്ഷീണമായി. റീത്താമ്മ പറയുന്നത് ന്യായമാണ്. അതിനെ തർക്കുത്തരം കൊണ്ട് ഖണ്ഡിച്ചിട്ട് കാര്യമില്ല. സ്റ്റാൻലി നേരെ വിഷയത്തിലേക്ക് വന്നു. റീത്താമ്മയ്ക്ക് എന്തൊക്കെ അറിയണം? വെറുതെ ഇവിടെ കിടന്ന് നാവിട്ടലക്കരുത്. ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം തരും ഞാൻ. എൽസമ്മയുടെ കഴുത്തിലല്ലേ സ്റ്റാൻലി താലി കെട്ടിയത്? ഇനി വേറൊരു സ്ത്രീയിലും മക്കളുണ്ടെന്ന് പറഞ്ഞ എന്താ അതിനർത്ഥം? ഇനി വേറെ എത്ര വെപ്പാട്ടിമാരും മക്കളും വരാനുണ്ട്? അതൊന്നറിഞ്ഞാൽ കൊള്ളാം.
ഞാൻ ആദ്യമേ പറഞ്ഞു മര്യാദയ്ക്ക് സംസാരിക്കണമെന്ന്. വെപ്പാട്ടി എന്നൊരു പ്രയോഗം ഇനി ഇവിടെ കേൾക്കരുത്, സ്റ്റാൻലി താക്കീത് ചെയ്തു. ഇതുവരെ ഇല്ലാതിരുന്ന ഒരു മകൾ ഇപ്പോഴുണ്ടല്ലോ, പിന്നെങ്ങനെ ഉണ്ടായി അത്? റീത്താമ്മയുടെ സ്വരത്തിൽ രോഷം തിളച്ചു. അത് ഞാൻ എൽസമ്മയെ കല്യാണം കഴിക്കുന്നതിനു മുൻപുള്ള ഒരു അഫയറിൽ സംഭവിച്ചു പോയതാണ്. എങ്കിൽ പിന്നെ എന്തിനെന്റെ അനുജത്തിയുടെ ജീവിതം തുലച്ചു? അവളെ തന്നെ കല്യാണം കഴിച്ച് ഒന്നിച്ച് ജീവിച്ചൂടായിരുന്നോ? അങ്ങനെ ആയിരുന്നു ആഗ്രഹം. അന്നത് നടന്നില്ല റീത്താമ്മേ. സ്റ്റാൻലി ഗൗരവം വിടാതെ പറഞ്ഞു. ഇനി എൽസമ്മയും മക്കളും എന്ത് ചെയ്യണം? അതുകൂടി പറഞ്ഞേക്ക്. അവരൊന്നും ചെയ്യണ്ട, അവരവരുടെ കാര്യം നോക്കി ഇപ്പോഴിരിക്കുന്നിടത്ത് തന്നെ അടങ്ങി ഒതുങ്ങിയിരുന്നാ മതി. അങ്ങനെ ഇരുന്നാ പോരല്ലോ, പുറത്തിറങ്ങി നടക്കണ്ടേ? ഇനി ഇത് വൈകാതെ നാട് മുഴുവൻ പരക്കുമല്ലോ. സ്റ്റാൻലിക്ക് പിഴച്ചുണ്ടായ ഒരു മകളുണ്ടെന്ന്, അവളിപ്പോ സ്റ്റാൻലിയുടെ കൂടെയാണ് താമസമെന്ന് ആരെങ്കിലും ചോദിച്ചാൽ എൽസമ്മ എന്തുത്തരം പറയണം? എൽസമ്മ എന്തെങ്കിലും ഉത്തരം പറഞ്ഞോളും. അതോർത്ത് റീത്താമ്മ വിഷമിക്കണ്ട. അല്ലെങ്കിൽ അവൾ എന്നോട് വന്ന് ചോദിക്കട്ടെ, ഞാൻ ഉത്തരം പറഞ്ഞു കൊടുത്തോളാം. മക്കളുണ്ടല്ലേ വേറെയും സ്റ്റാൻലിക്ക്? കുടുംബത്തിൽ ജനിച്ചവർ. ഈ നിൽക്കുന്നത് സ്റ്റാൻലിയുടെ മോളാണല്ലോ. ഇവൾക്ക് കോളേജിൽ പോകണ്ടേ? പപ്പയ്ക്കൊരു രഹസ്യപുത്രിയുണ്ടെന്ന് കേട്ടല്ലോന്ന് ആരെങ്കിലും കളിയാക്കിയാൽ ഇവൾ എന്ത് മറുപടി പറയും? ഇവളുടെ തല താണുപോകില്ലേ? ഈ മകളുടെ മനസ്സിൽ തട്ടുന്ന അപമാനത്തിന് സ്റ്റാൻലിയുടെ കയ്യിൽ മറുമരുന്നുണ്ടോ? പട്ടാളക്കാരന്റെ തൊപ്പിയിൽ വയ്ക്കുന്ന കീർത്തിമുദ്രയോ യൂണിഫോമിൽ തുന്നിച്ചേർക്കുന്ന മെഡലോ സ്റ്റാറോ ഒന്നുമല്ലല്ലോ. ഒരവിഹിത സന്തതിയുടെ അപ്പനാണെന്നുള്ള ദുഷ്പേരാണോ സ്റ്റാൻലി? സ്റ്റാൻലി അസ്വസ്ഥനായി എഴുന്നേറ്റു. റീത്താമ്മേ, ഞാനൊരു പെണ്ണിനെ സ്നേഹിച്ചു എന്നുള്ളത് ശരിയാ. അത് പരാജയപ്പെട്ടുപോയി. ഇങ്ങനെ ഒരു മകൾ ജീവിച്ചിരിപ്പുണ്ടെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. അറിഞ്ഞപ്പോൾ ഞാൻ അവളെ ഏറ്റെടുത്തു. അതെന്റെ കടമയാണെന്ന് തോന്നി. കൂടുതലൊന്നും എനിക്ക് പറയാനില്ല. ഇതൊരു ഭാര്യയ്ക്ക് സഹിക്കാൻ കഴിയുന്ന കാര്യമാണോ? സ്റ്റാൻലിയുടെ മക്കൾക്ക് പൊരുത്തപ്പെടാൻ കഴിയുന്ന സംഗതിയാണോ? സ്റ്റാൻലി അവരോട് ആലോചിച്ചിട്ടാണോ ഇങ്ങനെ ഒരുത്തിയെ വിളിച്ചു വരുത്തി കൂടെ താമസിപ്പിക്കാൻ തീരുമാനിച്ചത്? റീത്താമ്മേ, ഏകദേശം 24 വർഷം മുൻപ് സംഭവിച്ച കാര്യമാണ്. അന്ന് എൽസമ്മ എന്റെ ഭാര്യയായിരുന്നില്ല. എനിക്ക് മക്കളുണ്ടായിരുന്നുമില്ല. അതുകൊണ്ട് ഞാൻ അവരോട് ആലോചിക്കേണ്ടെന്ന് തീരുമാനിച്ചു. അല്ലെങ്കിലും ആരോടും അഭിപ്രായം ചോദിച്ചിട്ടല്ല സ്റ്റാൻലി ഇന്നേ വരെ തീരുമാനങ്ങൾ എടുത്തിട്ടുള്ളത്. ഇനി അത് മാറ്റാൻ ഉദ്ദേശിക്കുന്നുമില്ല. ഒരു കാര്യം സ്റ്റാൻലി മനസ്സിലാക്കിക്കോ, എൽസമ്മയും അവളുടെ മക്കളും ആരുമില്ലാത്തവരല്ല. പുളിക്കൽ തറവാട്ടിൽ എന്തിനും പോന്ന ആണുങ്ങളുണ്ടായിരുന്നു എല്ലാ കാലത്തും. ഇപ്പോഴും അതിന് കുറവൊന്നുമില്ല. ഞങ്ങൾക്ക് ഒന്നും രണ്ടുമല്ല, 4 ആങ്ങളമാരുണ്ട് ചോദിക്കാനും പറയാനും. അതും പോരെങ്കിൽ ഈ നാട്ടിൽ പോലീസുണ്ട്, കോടതിയുണ്ട്, പള്ളിയും പാതിരിയുമുണ്ട്. ഇത് ഞങ്ങൾ വെറുതെ വിടില്ല സ്റ്റാൻലി. റീത്താമ്മയ്ക്ക് ചെയ്യാവുന്നതൊക്കെ ചെയ്തോ. പക്ഷേ അതിനു മുൻപ് ഒന്ന് ചിന്തിച്ചേക്കണം. കഴിഞ്ഞ 24 വർഷം കൊണ്ട് കുളത്തൂപ്പുഴ ടൗണിലെ പാലത്തിനടിയിൽ കൂടി ഒഴുകിപ്പോയ വെള്ളം മുഴുവൻ തിരികെ കൊണ്ടുവരാൻ റീത്താമ്മയ്ക്ക് പറ്റുമോ? മീൻമുട്ടിയാറ് തലകുത്തനെ തിരിച്ചു പിടിച്ചാൽ പറ്റുമോ? ഇല്ല. 24 വർഷം മുൻപ് ജനിച്ച കുഞ്ഞിനെ തിരിച്ച് അമ്മയുടെ ഗർഭപാത്രത്തിൽ ഒളിപ്പിക്കാൻ പറ്റുമോ? അവളുടെ അപ്പന്റെ സ്ഥാനത്ത് നിന്ന് സ്റ്റാൻലിയുടെ പേര് വെട്ടിക്കളയാൻ പറ്റുമോ? അത് സ്റ്റാൻലിയുടെ ന്യായം. പക്ഷേ നീതിമാന്മാര് നോക്കുമ്പോൾ ഞങ്ങളുടെ പക്ഷത്തായിരിക്കും യഥാർത്ഥ ന്യായം. ഇങ്ങനൊരു മകളുണ്ടെങ്കിൽ തന്നെ അവൾ അവകാശവാദം ഉന്നയിക്കാതെ അത് അംഗീകരിക്കേണ്ട ആവശ്യം സ്റ്റാൻലിക്കില്ല. അവളെ ഇവിടെ കൊണ്ടുവന്ന് കൂടെ താമസിപ്പിക്കേണ്ട ആവശ്യമില്ല. ഭാര്യയ്ക്കും മക്കൾക്കും ഉണ്ടാക്കി വെച്ച അപമാനത്തിനും സ്റ്റാൻലി കണക്കു പറയേണ്ടി വരും. പറയാനുള്ളത് കഴിഞ്ഞെങ്കിൽ റീത്താമ്മയ്ക്ക് പോകാം. സ്റ്റാൻലി ഒരു സിഗരറ്റ് എടുത്ത് ചുണ്ടുകൾക്കിടയിൽ തിരുകി. പോവുകയാ? പക്ഷെ ഇനിയും വരും. റീത്താമ്മയുടെ സ്വരം കനത്തു. അവൾ ടാനിയുടെ കൈക്കു പിടിച്ചു. വാ മോളെ, ഇങ്ങനെയൊരു പപ്പയുടെ മോളായിട്ട് ജനിക്കേണ്ടി വന്നതാ നിന്റെയൊക്കെ ശാപം. റീത്താമ്മേ, ഇനി ഇവിടെ നിന്ന് ഒരക്ഷരം പോലും സംസാരിക്കരുത്. റീത്താമ്മ വാതിലിനു നേർക്ക് നടന്നു. ടാനിയ 2 ചുവട് നടന്നിട്ട് തിരിച്ചു നിന്നു. റീത്താമ്മ ആൻറ്റി പറഞ്ഞില്ലെങ്കിലും ഞങ്ങൾക്കറിയാം പപ്പ, അതാണ് സത്യമെന്ന്. നീ എന്നോട് സംസാരിക്കാറായിട്ടില്ല. പൊയ്ക്കോ വെളിയിൽ. സ്റ്റാൻലി വാതിലിനു നേർക്ക് വിരൽ ചൂണ്ടി. ടാനിയ റീത്താമ്മയുടെ പിന്നാലെ വാതിൽ കടന്നുപോയി. ഇടനാഴിയിൽ ആൻ്റപ്പനെ കണ്ട് റീത്താമ്മ ചോദിച്ചു, എനിക്ക് അവളെ ഒന്ന് കണ്ടിട്ട് പോണം. ഏതാ ആൻ്റപ്പ അവളുടെ മുറി? ആൻ്റപ്പൻ ശബ്ദിച്ചില്ല. പക്ഷെ മുറി ചൂണ്ടിക്കാട്ടിക്കൊടുത്തു. അലീന കുളി കഴിഞ്ഞ് വേഷം മാറി ബാത്റൂമിൽ നിന്ന് ഇറങ്ങുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. നനച്ചു പിഴിഞ്ഞ വസ്ത്രങ്ങൾ അവൾ കൈത്തണ്ടയിലിട്ടിരുന്നു. വാതിലിൽ തട്ടുന്ന ശബ്ദം കേട്ട് അവൾ അങ്ങോട്ട് ചെല്ലുമ്പോഴേക്കും വാതിൽ തള്ളി തുറക്കപ്പെട്ടു. മധ്യവയസ്കയായ ഒരു സ്ത്രീയും പിന്നിൽ ജീൻസും ടീഷർട്ടും ധരിച്ച പെൺകുട്ടിയും. അവളുടെ മുഖം കണ്ട് അലീനയ്ക്ക് കൗതുകമായി. തന്റെ മുഖഛായയോട് വിദൂര സാദൃശ്യമുള്ള മുഖം. റീത്താമ്മ അലീനയെ അടിമുടി നോക്കി.
ആദ്യം ഒരന്താളിപ്പാണ് അവൾക്ക് തോന്നിയത്. സ്റ്റാൻലിയുടെ അമ്മയെ റീത്താമ്മ വളരെ വർഷങ്ങൾക്ക് മുൻപ് കണ്ടിട്ടുണ്ട്. ഇനി സംശയത്തിന് അടിസ്ഥാനമൊന്നുമില്ലെന്ന് റീത്താമ്മയ്ക്ക് മനസ്സിലായി. എന്താ നിന്റെ പേര്? റീത്താമ്മ അധികാര സ്വരത്തിൽ ചോദിച്ചു. അലീന പേരു പറഞ്ഞു. സ്റ്റാൻലിയുടെ പേരിലുള്ള സ്വത്ത് മോഹിച്ച് ഇറങ്ങി തിരിച്ചിരിക്കുകയാണല്ലേടി. പക്ഷെ ഒന്ന് നീ ഓർത്തോ, 90 ദിവസം നീ ഇവിടെ തികയ്ക്കില്ല. റീത്താമ്മ പറഞ്ഞതൊന്നും ഇതുവരെ തെറ്റിയിട്ടില്ലെന്നും കൂടി മനസ്സിലാക്കിക്കോ. ആരാണെന്ന് മനസ്സിലായില്ലല്ലോ? അലീന അമ്പരപ്പിൽ ചോദിച്ചു. മനസ്സിലാക്കി തരാം, അധികം വൈകാതെ തന്നെ. റീത്താമ്മ തിരിഞ്ഞു നടന്നു. പിന്നാലെ ടാനിയയും. അധ്യായം 108. അലീന സിറ്റ് ഔട്ടിൽ വന്നപ്പോഴേക്കും റീത്താമ്മയും ടാനിയയും കാറിൽ കയറി കഴിഞ്ഞു. റീത്താമ്മയാണ് ഡ്രൈവിംഗ് സീറ്റിൽ. അലീന നിൽക്കുന്നിടത്തേക്ക് റീത്താമ്മ തറപ്പിച്ചു നോക്കി. എന്നിട്ട് കാർ സ്റ്റാർട്ടാക്കി. എൻജിൻ നല്ല പോലെ ഇരപ്പിച്ച ശേഷം മുറ്റത്തിട്ട് തിരിച്ച് റോഡിലേക്കുള്ള പാതയിലൂടെ ഓടിച്ചുപോയി. ആരാണത്? അലീനയ്ക്ക് മനസ്സിലായില്ല. പപ്പയുടെ ഭാര്യയാണോ? മറ്റേ പെൺകുട്ടിയോ? അവൾ സംശയിച്ചു നിൽക്കെ ആൻ്റപ്പൻ സിറ്റൗട്ടിലേക്ക് വന്നു. ആരൊക്കെ ആൻ്റപ്പൻ ചേട്ടാ വന്നിട്ട് പോയത്? അലീന തിരക്കി. റീത്താമ്മയും ടാനിയ കൊച്ചും. ആരാ റീത്താമ്മ? മുതലാളിയുടെ വൈഫിന്റെ ചേച്ചിയാ. മറ്റേ പെൺകുട്ടിയോ? അത് കേണൽ സാബിന്റെ മകൾ ടാനിയ മോൾ. അലീനയ്ക്ക് ഇച്ഛാഭംഗമായി. ആ കുട്ടിയെ ശരിക്കൊന്നു കണ്ടില്ല. വിളിച്ചടുത്ത് നിർത്തി കാണേണ്ടതായിരുന്നു. അവളോട് സ്നേഹത്തോടെ സംസാരിക്കേണ്ടതായിരുന്നു. താൻ അവരുടെ ശത്രുവല്ലെന്നും ഒന്നും തട്ടിയെടുക്കാൻ തനിക്ക് ആഗ്രഹമില്ലെന്നും അവരോട് പറയേണ്ടിയിരുന്നു. തൻ്റെ പപ്പയുടെ മകൾ തനിക്ക് അനുജത്തിയാണ്. എനിക്കൊന്നും മിണ്ടാൻ പോലും പറ്റിയില്ലല്ലോ ആൻ്റപ്പൻ ചേട്ടാ. അലീന പരാതിപ്പെട്ടു. അത് നന്നായി എൻ്റെ കുഞ്ഞെ. അതിനോടൊന്നും മിണ്ടാതിരിക്കുന്നതാ നല്ലത്. മനുഷ്യജീവികളോടെല്ലാം വെറുപ്പാണെന്ന് തോന്നും അതിൻ്റെയൊക്കെ വർത്തമാനം കേട്ടാൽ. കേണൽ സാബിൻ്റെ അടുത്ത് മാത്രം ഒന്നും ചെലവാകത്തില്ല. കണ്ടിട്ട് പക്ഷേ എനിക്ക് അങ്ങനെയൊന്നും തോന്നിയില്ലല്ലോ. കാണുന്ന പോലെയല്ല. പിന്നെങ്ങനെയാ? ആൻ്റപ്പൻ മിണ്ടിയില്ല. അതെന്തുകൊണ്ടാ ആൻ്റപ്പൻ ചേട്ടാ കേണൽ സാബിൻ്റെ വൈഫിൻ്റെ ചേച്ചി വന്നത്? എന്തുകൊണ്ടാ വൈഫ് നേരിട്ട് വരാഞ്ഞത്? സാധാരണ അങ്ങനെയല്ലേ പതിവ്? എൻ്റെ കുഞ്ഞെ, എനിക്കൊന്നും അറിയില്ല. എന്നോട് ചോദിക്കല്ലേ. കേണൽ സാബിൻ്റെ അടുത്ത് ചോദിച്ചാൽ മതി. ആൻ്റപ്പൻ ചേട്ടന് വാ തുറക്കാൻ പേടിയാണെങ്കിൽ അത് പറഞ്ഞാൽ പോരെ? അലീന ചിരിച്ചു. കേണൽ സാബിൻ്റെ സ്വഭാവം മാറുന്നത് എപ്പോഴാണെന്ന് നമുക്കറിയാനൊക്കത്തില്ല. മാറട്ടെ. അല്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തിന് അല്പം മാറ്റമുണ്ടാകുന്നത് തന്നെയാണ് നല്ലത്. കുഞ്ഞിന് അറിയാൻ പാടില്ലാഞ്ഞിട്ടാ. പൗലോസുമായിട്ടുള്ള പ്രശ്നത്തിൽ തന്നെ കുഞ്ഞിൻ്റെ സ്ഥാനത്ത് വേറെ വല്ലവരുമായിരുന്നെങ്കിൽ ഇവിടെ ഭൂകമ്പം നടന്നേനെ. ഞാൻ കേണലിൻ്റെ മോളായതുകൊണ്ടല്ലേ അങ്ങനെയൊക്കെ സംസാരിച്ചത്. വേറെ വല്ലവർക്കും അങ്ങനെ സംസാരിക്കേണ്ട കാര്യമില്ലല്ലോ. മകളാണോ ഭാര്യയാണോ എന്നൊന്നും കേണൽ സാബ് നോക്കില്ല. ചുരുക്കത്തിൽ എനിക്ക് അടി കിട്ടാൻ വരെ സാധ്യതയുണ്ടായിരുന്നു അല്ലേ? ഞാനൊരു കാര്യം ചോദിക്കട്ടെ കുഞ്ഞെ? സാബിൻ്റെ മോളാണെന്ന് പറഞ്ഞല്ലോ. ഏത് വകയില? അതാ എനിക്കൊരു പിടിയും കിട്ടാത്തത്. എനിക്കും അതേപ്പറ്റി വലിയ പിടിയില്ല. കേണൽ സാബിനോട് ചോദിച്ചാൽ പോരെ ആൻ്റപ്പൻ ചേട്ടന്? ആൻ്റപ്പൻ അവളെ സൂക്ഷിച്ചൊന്ന് നോക്കിയിട്ട് നടന്നുപോയി. അലീന ചിന്താധീനയായി നിന്നു. ഇതുവരെ കണ്ടിട്ടും കേട്ടിട്ടുമില്ലാത്തൊരു മകൾ വന്ന് ഇവിടെ തൻ്റെ ഭർത്താവിനോടൊപ്പം താമസിക്കുന്നു എന്ന് പറഞ്ഞാൽ ഏതൊരു ഭാര്യയും ഓടിയെത്തേണ്ടതാണ്. പകരം ഇവിടെ വന്നതോ അവരുടെ സഹോദരി, കൂടെ പപ്പയുടെ മോളും. അലീനയ്ക്ക് എല്ലാം വിചിത്രമായി തോന്നി. റീത്താമ്മ ഫോൺ വിളിച്ചറിയിച്ചതനുസരിച്ച് സഹോദരന്മാരിൽ 3 പേർ വന്നു ചേർന്നു കഴിഞ്ഞു. ഏലിയാസ്, സ്റ്റീഫൻ, അച്ഛൻ കുഞ്ഞ് എന്നിവർ. ഇനി സേവിച്ചൻ കൂടി വരാനുണ്ട്. അയാൾ ഉടനെ എത്തിച്ചേരും. എൽസമ്മയുടെ വീട്ടിലാണ് എല്ലാവരും സംഘം ചേർന്നിരിക്കുന്നത്. റീത്താമ്മ ഇതിനകം താൻ കുളത്തൂപ്പുഴ പോയി സ്റ്റാൻലിയെ കണ്ടതിൻ്റെ ദൃക്സാക്ഷി വിവരണം നൽകിക്കഴിഞ്ഞു. റീത്താമ്മയുടെ മക്കളും എൽസമ്മയുടെ മക്കളും കുടുംബസഭയിൽ സന്നിഹിതരായിട്ടുണ്ട്. ഒരു ഓട്ടോറിക്ഷ വീട്ടുമുറ്റത്തേക്ക് വന്നു. സേവിച്ചൻ അതിൽ നിന്നിറങ്ങി. ഓട്ടോ ചാർജ് കൊടുത്ത ശേഷം അയാൾ വീട്ടിനുള്ളിലേക്ക് കയറി വന്നു. നീ ഇതുവരെ എവിടെയായിരുന്നടാ? ഞങ്ങളൊക്കെ വന്നിട്ട് എത്ര നേരമായി? ഏലിയാസ് സേവിച്ചനെ ശാസിച്ചു. എനിക്ക് നിങ്ങളെപ്പോലെ കാറും ജീപ്പും ഹെലികോപ്റ്ററും ഒന്നുമില്ല. വിളിച്ചുടനെ പറന്നിങ്ങ് വരാൻ. സേവിച്ചൻ അല്പം കൊള്ളിച്ചു തന്നെ പറഞ്ഞു. നിന്റെ ഹെലികോപ്റ്റർ എവിടെ പോയി? ഞങ്ങൾക്ക് തന്ന പോലെ അപ്പച്ചൻ നിനക്കും ഒരെണ്ണം മേടിച്ചു തന്നിരുന്നല്ലോ. സ്റ്റീഫൻ പരിഹസിച്ചു. അത് അപ്പച്ചൻ പോയപ്പോൾ കൊണ്ടുപോയി. സ്വർഗത്തിലോട്ടെന്ന. ഞാൻ വേറെ വഴിയൊന്നുമില്ലായിരുന്നു. സേവിച്ചൻ തിരിച്ചടിച്ചു. ഞങ്ങൾക്ക് തന്ന പോലെ തുല്യമായൊരു ഓഹരി നിനക്കും തന്നിരുന്നില്ലേ എന്നാണ് സ്റ്റീഫൻ ചോദിച്ചതിൻ്റെ വ്യംഗ്യാർത്ഥം. അവരുടെ അപ്പൻ ദീർഘകാലം രോഗശയ്യയിൽ മരുന്നും ചികിത്സയുമായി കിടന്ന ശേഷമാണ് മരിച്ചത്. അപ്പനെ നോക്കേണ്ട ചുമതല സേവിച്ചനായിരുന്നു. കിട്ടിയത് മുഴുവൻ അപ്പച്ചനെ ചികിത്സിച്ച് ചെലവാക്കിയെന്നാണ് സേവിച്ചന്റെ മറുപടി. നീ വന്ന കാലിൽ തന്നെ നിൽക്കാതെ ഇരിക്കി, അച്ഛൻ കുഞ്ഞ് നിർദ്ദേശിച്ചു. എൽസമ്മ ചേച്ചി എവിടെ? സേവിച്ചൻ റീത്താമ്മയെ നോക്കി.
ചെങ്ങന്നൂരിൽ ഒരു ബൈബിൾ കൺവെൻഷനും ധ്യാനവും. അങ്ങോട്ട് പോയിരിക്കുക, റീത്താമ്മ വെളിപ്പെടുത്തി. എത്ര ദിവസമായി? 3. 2 ആഴ്ച മുൻപല്ലേ ഒരെണ്ണം കഴിഞ്ഞത്? സേവിച്ചൻ ചോദിച്ചു. അവൾക്ക് ഇതുതന്നെയല്ലേ ജ്വരം? അച്ഛൻ കുഞ്ഞു പറഞ്ഞു. നാട്ടിൽ എവിടൊക്കെ കരിസ്മാറ്റിക് ധ്യാനം നടക്കുന്നുണ്ടെന്ന് അവളോട് ചോദിച്ചാ മതി. കാണാപ്പാടമല്ലേ. ഈ പിള്ളാരെ ഇവിടെ ഇങ്ങനെ ഇട്ടിട്ട് നാടുനീളെ ധ്യാനവും പ്രാർത്ഥനയുമായിട്ട് നടക്കരുതെന്ന് റീത്താമ്മ ചേച്ചിക്ക് ഒന്ന് പറഞ്ഞൂടെ? സേവിച്ചൻ ധാർമ്മിക രോഷം പൂണ്ടു. പറയാഞ്ഞിട്ടാണോ? അവളുടെ ഒരു ചെവിയും കൂടി കയറി മറ്റേ ചെവിയിൽ കൂടി ഇറങ്ങിപ്പോകും. പിന്നെ അവളെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അതല്ലേ ഉള്ളൂ അവൾക്ക് ജീവിതത്തിൽ ഒരാശ്വാസം. റീത്തമ്മ അനുജത്തിയെ ന്യായീകരിച്ചു. എന്തിനാണ് അത്യാവശ്യമായിട്ട് വിളിച്ചതെന്ന് പറ. എനിക്കാണെങ്കിൽ 100 കൂട്ടം പണി കിടക്കുന്നു. നിങ്ങളെപ്പോലെ എനിക്ക്. മതി ബാക്കി പറയണ്ട. അടുത്ത അധ്യായം നാളെ.